മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. നമ്മുടെ പൈതൃകവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഇപ്പോൾ സയൻസിൻ്റെ ഭാഗമായിട്ടുണ്ട്. പണ്ട് ധ്യാനിക്കുക, യോഗാസനം ചെയ്യുക, മന്ത്രങ്ങൾ കേൾക്കുക, പ്രാണായാമം ചെയ്യുക, ഇതെല്ലാം ബ്ലാക്ക് മാജിക്കും തട്ടിപ്പും അല്ലെങ്കിൽ വേറെ പട്ടികളുടെ മൂവ്മെൻ്റ് ആണെന്നും എല്ലാം പറഞ്ഞ് വിമർശിച്ചിരുന്നവരെല്ലാം ഇന്ന് ഇതൊക്കെ ജീവിതത്തിൽ പകർത്തുന്നുണ്ട്. മാത്രമല്ല, ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് ഇടയ്ക്ക് പറയുകയുണ്ടായി. സ്റ്റിറോയിഡും മറ്റു മരുന്നുകളും കഴിച്ച് തകർന്ന് തരിപ്പണമായിട്ടുള്ള, എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലെത്തിയ വ്യക്തി, നടക്കുമ്പോൾ വീഴുന്ന അവസ്ഥ. ശരിക്കും കാറിൽ നിന്നൊക്കെ ഇറങ്ങാൻ കുറേ ബുദ്ധിമുട്ടുണ്ട്. സ്റ്റെപ്പിൽ വീണു, റൂട്ടിൽ വീണു. അതുപോലെ തന്നെ വീട്ടിൽ ഇറങ്ങി നടക്കുമ്പോൾ വീഴും. മോഡേൺ മെഡിസിനൊക്കെ കഴിച്ചിട്ട് അയാളെ കഴിഞ്ഞ 10 ദിവസമായിട്ട് മരുന്നുകളൊന്നും കഴിക്കാത്ത ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് വിധേയമാക്കി. ആയുർവേദത്തിൻ്റെ മരുന്നുകളൊന്നുമില്ല. അവരുടെ പിഴിച്ചിലും അതിതല്ല, പഞ്ചകർമ്മയല്ല, ജസ്റ്റ് ആ 10 ദിവസം കഴിഞ്ഞ വ്യക്തിയുടെ ശരീരത്തിലും നടത്തത്തിലും പെരുമാറ്റത്തിലും ശരീരത്തിൻ്റെ നീര്, വേദന ഇതെല്ലാം മാറിയതിലും കാണാവുന്ന ആ വിപ്ലവകരമായ മാറ്റം ആയുർവേദത്തിൻ്റെ മഹത്വത്തെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ശരിക്കും അത്ഭുതം തോന്നിയിരുന്നു. അത്ര ഗംഭീരമായിട്ടുള്ള മാറ്റമാണ് 10 ദിവസം കൊണ്ട് ആ ശരീരത്തിലും മനസ്സിലും പെരുമാറ്റത്തിലും വാക്കുകളിലും എല്ലാം ഉണ്ടായത്. ഇത്രയും ഞാൻ പറയാൻ കാരണം വിഷയത്തിൽ നിന്നൊന്നും മാറിപ്പോയതല്ല. പഞ്ചഗവ്യം എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട്. എല്ലാ ആചാരങ്ങളിലും അനുഷ്ഠിക്കുന്നതാണ്. അത് ശരീരത്തിനെ ശുദ്ധീകരിക്കാനാണെന്നാണ് പറയുക. കുറച്ച് ചാണകം, കുറച്ച് ഗോമൂത്രം, കുറച്ച് പാല്, തൈര്, നെയ്യ്, 5 എണ്ണം. ഇത് ഒരു വലിയ പാത്രത്തിലെ വെള്ളത്തിലൊഴിച്ച് കുറേ പവമാന സൂക്തങ്ങളൊക്കെ ചൊല്ലിയിട്ടാണ് പഞ്ചഗവ്യം ഉണ്ടാക്കുക. ഈ പഞ്ചഗവ്യം അത് ശരിക്ക് പലരും ഉണ്ടാക്കുന്ന രീതി തെറ്റാണ്. ഗോമയം ച നവന്തദ്ധ്യാത് ഭൂയിഷ്ടം ധേനുസംഭവം സജലം ശിഥിലം ശുഷ്കം കീടവം ച വിവർജയേത്. പശുവിൻ്റെ ചാണകം വേണം, വേറെ എരുമയുടെയോ കാളയുടെയോ പോത്തിൻ്റെ അല്ല. അത് പുതിയ ചാണകമാണ്. ഗോമയം ച നവം ദദ്യാത്. നല്ല സ്ഥലത്ത് വീണത് വേണം, വൃത്തികെട്ട സ്ഥലത്ത് വീണത് പാടില്ല. ഭൂയിഷ്ടം ധേനു സംഭവം, പശുവിൽ നിന്ന് തന്നെയുള്ളത് വേണം. സജലം, വെള്ളം മയമുള്ളത്, പരിധിക്കപ്പുറം വെള്ളമുള്ളത്. സജലം ശിഥിലം, വീണ് തെറിച്ചത്. ശുഷ്കം, ഉണങ്ങിയത്. കീടവംശ, അണുക്കളുള്ളത്. വിവർജയേത്, അതൊഴിവാക്കണം, അതൊരിക്കലും എടുക്കരുത്. അങ്ങനെയുള്ള ചാണകവും ബാക്കിയുള്ള നല്ല നല്ല പ്രോഡക്റ്റുകളും ചേർത്തിട്ടാണ് പഞ്ചഗവ്യം ഉണ്ടാക്കുക. അതിൽ 1-2 തുള്ളിയാണ് നമ്മൾ തീർത്ഥം പോലെ കഴിക്കുക. ശരിക്കും പറഞ്ഞാൽ ഒരു ഇനോക്കുലേഷൻ്റെ എഫക്റ്റാണത്. അതവിടെ ഇരിക്കട്ടെ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ ചാണകത്തിലുള്ള പശുവിൻ്റെ കുടലിലുള്ള മൈക്രോ ഓർഗാനിസം, അത് വളരെ കൺട്രോൾഡായിട്ട് നമ്മളുടെ ശരീരത്തിലേക്ക് പോകുമ്പോൾ ഒരു ഇനോക്കുലേഷൻ എഫക്റ്റ് കിട്ടുന്നു എന്നുള്ളതാണ് പഞ്ചഗവ്യത്തിലെ ഒരു സയൻസ്. പക്ഷെ കോയമ്പത്തൂർ യൂണിവേഴ്സിറ്റിയിൽ, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഈ പഞ്ചഗവ്യം ഉപയോഗിച്ച് ഗംഭീരമായിട്ടുള്ള കൃഷി നടത്തി. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്
കീടനാശിനിക്ക് പകരം പഞ്ചഗവ്യം സ്പ്രേ ചെയ്ത് നടത്തിയത് 1 ഹെക്ടാറിൽ ഏകദേശം 10-11 ടൺ തക്കാളി ലഭിക്കുന്ന സ്ഥാനത്ത് 1 ഹെക്ടാറിൽ 10-11 ടൺ തക്കാളി ലഭിക്കുന്ന സ്ഥാനത്ത് 12 മുതൽ 14 ടൺ വരെ തക്കാളി കേടുകൂടാതെ കീടങ്ങളൊന്നും തന്നെ വരാത്ത വിധത്തിൽ അതിനെ സംരക്ഷിക്കാൻ സാധിച്ചു. പരുത്തി കൃഷിക്കും അത് ഉപയോഗിക്കുന്നു, മറ്റു പലതിനും അത് ഉപയോഗിക്കുന്നു. ഇതിന്റെ അർത്ഥം പഞ്ചഗവ്യം അവസാനത്തെ വാക്കാണ് എന്നൊന്നുമല്ല. പക്ഷെ വളരെ കോസ്റ്റ്ലി അല്ലാത്ത, മനുഷ്യന് ഒരു തരത്തിലുള്ള ഉപദ്രവവും ചെയ്യാത്ത, എന്നാൽ ഉണ്ടാക്കാൻ പോലും ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഈ ഒരു പ്രോഡക്റ്റ് അത് സ്പ്രേ ചെയ്യുന്നവന്റെ മൂക്കിനും കുഴപ്പമില്ല, അത് കഴുകിക്കളയാനും വിഷമമില്ല. ഇനി കഴുകാൻ കുറച്ചൊട്ട് ബുദ്ധിമുട്ട് വന്നാൽ പോലും അതിനകത്ത് റിട്ടൈൻ ചെയ്താലും പ്രശ്നമില്ല. ഇങ്ങനെയുള്ള അഡ്വാൻറ്റേജുകളുള്ള നമ്മുടെ പൈതൃകത്തിൻ്റെ പ്രോഡക്റ്റുകളുണ്ട്. ആ പ്രോഡക്റ്റുകളാണ് യഥാർത്ഥത്തിൽ ഹെറിറ്റേജ് യൂസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതാണ് അവസാനത്തെ വാക്കെന്ന് ധരിക്കാനും പാടില്ല. അതിനകത്ത് ധാരാളം മെറിറ്റുള്ളത് ഉപയോഗിക്കാനും ശ്രമിക്കണം. അങ്ങനെ നമ്മൾ നമ്മുടെ പൈതൃകത്തിൻ്റെ അപ്ലൈഡ് ഫീൽഡിലുള്ളതിനെ 21ാം നൂറ്റാണ്ടിലേക്ക് നമ്മൾ കൊണ്ടുവരും. ഇതുപോലെ തന്നെയാണ് ഗണപതി ഹോമം. ഗണപതി ഹോമത്തെക്കുറിച്ച് ഞാൻ നേരത്തെ വിവരിച്ചതുകൊണ്ട് വീണ്ടും വിവരിക്കണില്ല. അതിൽ ചകിരിയിലുള്ള സൾഫർ, ചിരട്ടയിലുള്ള ഫീനോള്, നാളികേരത്തിലുള്ള പൈറസീൻസ്, ഇത് ഏത് തരത്തിലുള്ള രോഗാണുക്കളെയും ഇല്ലാതെയാക്കാൻ ഒരു ഗണപതി ഹോമത്തിൻ്റെ പുകയിലൂടെ വ്യാപിക്കുന്നത് കൊണ്ട് സാധിക്കും. ഈ ഹെറിറ്റേജ് യൂസ് എന്ന് പറയുന്നത് വെറും സ്പിരിച്വാലിറ്റി മാത്രമല്ല, സ്പിരിച്വൽ ഓറിയന്റഡ് കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളത് മോഡേൺ കാലഘട്ടത്തിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതാണ് പൈതൃകത്തിൻ്റെ മഹത്വം. പ്രണാമം, നമസ്കാരം.